ഹലോ എവ്രി വൺ. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് 2 ചാപ്റ്റർ എടുത്ത് നിർത്തി വെച്ചതാണ്. പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സും വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസും പറഞ്ഞ് അവിടെ നിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് അതിലെ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം. 3-ാമത്തെ ചാപ്റ്റർ ആറ്റോമിക് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കല്ല, പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിതിങ്ങനെ ഇടക്ക് പറയും, കാരണം എനിക്ക് കുറച്ചു കാലത്തിന് അറിയില്ലായിരുന്നു എന്തിനാണ് ഇപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട്. ഇപ്പൊ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സും അതുപോലെ വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസും കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു പാഠത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഫ്ലോ എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് കുറച്ചു കാലം അറിയണ്ടായിരുന്നില്ല. പിന്നെ അത് അറിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു സംഭവമാണ് അറിയാതെ പോയത് എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പാത്ത് മറക്കാതെ, നമ്മൾ വന്ന വഴി മറക്കരുത് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ വന്ന വഴി ഇങ്ങനെയായിരുന്നു. നമ്മള് 19th സെഞ്ചുറിയിൽ എന്താണ് ഫിസിക്സിന്റെ പ്രശ്നങ്ങൾ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുപോലെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ, അതിന്റെ ഫിസിക്സ് സോൾവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പ്ലാങ്ക് പ്രൊപ്പോസ് ചെയ്തു എന്ത് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിള്, പിന്നെ അത് ഐൻസ്റ്റീൻ കടമെടുത്ത് ഫോട്ടോഇലക്ട്രിക് എഫക്ട് സോൾവ് ചെയ്തു, കോംപ്റ്റൺ എഫക്ട് സോൾവ് ചെയ്തു, അതുപോലെ പെയർ പ്രൊഡക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്തായി, നമ്മള് പിന്നെ ഡി ബ്രോഗ്ലി പറഞ്ഞു വേവ്സിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസിന് വേവ് നാച്ചർ ഉണ്ടാവും എന്ന് പറഞ്ഞു. 2-ാമത്തെ ചാപ്റ്ററിൽ നമ്മള് വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് പഠിച്ചു, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പഠിച്ചു, മാറ്റർ വേവ്സ് പഠിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ വന്നു അല്ലേ. അതിനിടക്ക് അന്ന് പറഞ്ഞ പ്രോബ്ലത്തിലെ ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ ഇപ്പോഴും തൊട്ടിട്ടില്ല അല്ലേ. നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഫിസിക്സ് സോൾവ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ റിലേറ്റിവിസ്റ്റിക് കേസ് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. പക്ഷെ അതിനകത്ത് നമ്മൾ അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്തായിരുന്നു? ആറ്റോമിക് സ്റ്റെബിലിറ്റി അല്ലെ, ആറ്റോമിക് സ്പെക്ട്ര അല്ലെ. ആറ്റം എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയി ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഈ ആറ്റം എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല. ആറ്റോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതിന്. അതുപോലെ ആറ്റോമിക് സ്പെക്ട്ര, നമ്മൾ ആറ്റം ഇപ്പോ ഒരു പിന്നെ ഗ്യാസ് ചേമ്പറിനകത്ത് നമ്മൾ ആറ്റം ഏതെങ്കിലും ഒരു പിന്നെ ഗ്യാസ് നിറച്ചിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്ത് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ വിസിബിൾ ലൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻസോ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എമിഷൻ അബ്സോർപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ആറ്റോമിക് സ്പെക്ട്ര. ആ ആറ്റോമിക് സ്പെക്ട്ര എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ഇനി വരുന്ന 2-3 ചാപ്റ്ററിലൂടെ നമ്മൾ അതാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെ. എന്താണ് ആറ്റം, എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെ, അതുപോലെ അതെന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ സ്പെക്ട്രം ഉണ്ടാവുന്നത് അല്ലെ. വിസിബിൾ സ്പെക്ട്രം ആയാലും നമ്മളിപ്പം ഈ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ഇവിടെ +2 പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹൈഡ്രജന്റെ ഒരു സീരീസ്, ലേമാൻ, ബാൾമർ, പാഷൻ, ഫണ്ട്, ബ്രാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ സീരീസ് പഠിച്ചിട്ടില്ലേ. അതൊക്കെ തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ, അതിപ്പോ ഹൈഡ്രജന് മാത്രമല്ല, ഹൈഡ്രജന്റെ സ്പെക്ട്രം ആണ്. അതുപോലെ ഓരോ ഗ്യാസിനും എന്തുണ്ട് സ്പെക്ട്രം ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇനി പോകുന്നത്. ഓക്കെ, അപ്പൊ വന്ന വഴി മറക്കരുത്. ഓക്കെ, ഇനി ആറ്റോമിക് സ്ട്രക്ചർ ആണ് ചാപ്റ്ററിന്റെ പേര്. ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെ. നമുക്കറിയാം ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്താണ്? നമ്മുടെ സോളാർ സിസ്റ്റം പോലെ, സൺ അറ്റ് ദി സെന്റർ ആൻഡ് ദ പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ആറ്റത്തിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റും എങ്ങനെയാണ്? ന്യൂക്ലിയസ് ഈസ് അറ്റ് ദി സെന്റർ ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ്, അങ്ങനെയല്ലേ. ഇനി എപ്പോഴും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കുറച്ച് വിഷ്വലൈസ് ചെയ്യാൻ പാടുള്ള പണിയാണ് അല്ലെ. കാരണം അത് മൈക്രോസ്കോപ്പിക് ലെവലിലാണ് അല്ലെ. നമ്മുടെ സാധാരണ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്ന പോലെയല്ല ക്വാണ്ടം ലെവലിൽ പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്നത് അല്ലെ. അതിപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പഠിച്ചു, എനർജി ഡിസ്ക്രീറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെ. അതുപോലെ മാറ്റർ വേവ്സിന്റെ കേസിലൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമുക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ക്വാണ്ടം മെക്കാനിക്സ് പ്രൂവൺ ആണ്. അപ്പോ ആറ്റത്തിന്റെ സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിലുള്ളത് അതാണ്. ഇനി ആറ്റത്തിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് മോഡൽ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ നമ്മുടെ പിന്നെ ഇതാവും. ആദ്യത്തെ മോഡൽ ഏതായിരുന്നു? റുദർഫോർഡ് മോഡലിന് മുമ്പുള്ള മോഡൽ അല്ലെ. തോംസന്റെ പ്ലം പുഡിംഗ് മോഡലൊക്കെ ആവും അല്ലെ. ആ പ്ലം പുഡിംഗ് മോഡലും ഒന്നും അത്ര ക്ലിക്ക് ആയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഒരു സക്സസ്ഫുൾ പിന്നെ മിഷൻ എന്ന് പറയുന്നത് ആറ്റത്തിന്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുവന്നത് ഒരു പക്ഷേ നമ്മുടെ ആരാണ്? റുദർഫോർഡ് മോഡലാണ് അല്ലെ. റുദർഫോർഡ് മോഡൽ എങ്ങനെയാണ്? ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കുറെ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ രസകരമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു അത്
അല്ലെ, റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തിൻ ഗോൾഡ് ഫോയിൽ എടുത്തു, എന്നിട്ട് അതിലേക്ക് പിന്നെ ആൽഫ പാർട്ടിക്കിൾസിനെ പിന്നെ കൊളൈഡ് ചെയ്യിച്ചു അല്ലെ. ആൽഫ ബീം അതിലൂടെ കടത്തിവിട്ടു അല്ലെ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹീലിയം 24 ന്യൂക്ലിയസ് ആണ്. ഹീലിയം ന്യൂക്ലിയസിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് കടത്തിവിട്ടു. അപ്പൊ ഇത് കുറെ ഒബ്സർവേഷൻസ് കണ്ടെത്തി അല്ലെ, ഭൂരിഭാഗം കടന്നുപോയി. അതുകൊണ്ട് പിന്നെ ആറ്റത്തിന്റെ ഭൂരിഭാഗം എം ടി ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ കുറച്ച് പിന്നെ ചെറുതായിട്ട് ഡൈവേർജ് ചെയ്ത് പോയി. അപ്പൊ അവിടെ എന്തോ പിന്നെ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. കുറെ പേര് സ്റ്റീപ്പായിട്ട് തിരിച്ചു പോന്നു അല്ലെ. അപ്പോ ആൽഫ പാർട്ടിക്കിൾ എന്താണ്, ഒരു വളരെ ചെറിയ ഭാഗത്തുനിന്നും റിട്ടേൺ അടിച്ചു പോരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് സെന്റർ ഉണ്ടെന്ന് മനസ്സിലായി. അത് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് എന്ത് ചെയ്തു, ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. എന്ത്, സെന്ററിൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പോസിറ്റീവ് ആയിട്ടുള്ള, ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതിന് ചുറ്റും ഇലക്ട്രോൺസ് നിൽക്കുന്നുണ്ടെന്നും റൂദർഫോർഡ് പറഞ്ഞു അല്ലെ. അതിന് ചുറ്റും ഇലക്ട്രോൺസ് നിൽക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, റൂദർഫോർഡ് പറഞ്ഞത് ഈ പിന്നെ ന്യൂക്ലിയസ് സെന്ററിലുണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് ഉണ്ടായിരുന്ന ഫിസിക്സിൽ ഒരു പ്രധാനപ്പെട്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആയിരുന്നു അല്ലെ. അതിപ്പോ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചു. മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം when a charged particles revolves around another charged particles, it should continuously emit radiations അല്ലെ. ഒരു അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കിൾ എപ്പോഴും എന്ത് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്, അത് ആക്സിലറേറ്റഡ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഇൻ an accelerated motion, it should emit electromagnetic radiation. അങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റേഡിയേഷനകത്ത് എച്ച് ന്യൂ എനർജി ഉണ്ടാവില്ലേ. എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജി ഒരു ആറ്റം റേഡിയേറ്റ് ചെയ്ത അതിനകത്തുണ്ട് അല്ലെ, ഒരു ഇലക്ട്രോൺ റേഡിയേറ്റ് ചെയ്ത. അപ്പൊ അത് എനർജി റേഡിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ എനർജി കുറയാണ് അല്ലെ. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ആര് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത എന്താണ്, അതിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. ന്യൂട്രോൺ ഇല്ലാത്ത ഏക ആറ്റം ഏതാണ്, ഹൈഡ്രജൻ ആറ്റമാണ് അല്ലെ. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോട്ടോൺ ആണ് അല്ലെ, ഒരു പ്രോട്ടോൺ ആണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രോൺ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ആരുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇയാളുടെ ചാർജ്, പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്, പ്ലസ് ഇ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ഇ ആണ്. അതൊക്കെ അറിയാലോ. അപ്പൊ ഇവിടെ ഒരു പ്രോട്ടോൺ, ഇവിടെ ഇലക്ട്രോൺ. ഇതാണ് ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഇനി ഇങ്ങനെയൊരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് നല്ല സ്പീഡിലാണ് അല്ലെ. അതൊരു സർക്കുലർ മോഷൻ ആണ്. അതുകൊണ്ട് അത് എന്തായാലും ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം അതൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് അല്ലെ. ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് ആൻ ആറ്റം ഈസ് അല്ലെങ്കിൽ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ ആണ്, ചാർജ് പാർട്ടിക്കിൾ ആണ്. അത് അങ്ങനെ റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ എന്താണ്, അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ഇറ്റ് ഷുഡ് എമിറ്റ് റേഡിയേഷൻ ഓഫ് എനർജി എച്ച് ന്യൂ കണ്ടിന്യൂസ്ലി. അത് എത്ര നേരം ആക്സിലറേറ്റഡ് ആയി പോകുന്നു അത്രയും നേരം എന്ത് ചെയ്യണം, അത് എനർജി എമിറ്റ് ചെയ്യണം. അങ്ങനെ എനർജി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എനർജി കുറയും അല്ലെ. എനർജി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, ആ കറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ എനർജി ഇങ്ങനെ കുറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഇയാളുടെ എനർജി കുറഞ്ഞാൽ ഇയാൾ ഇതിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യും അല്ലെ, നന്നായിട്ട് ആകർഷിച്ചെടുക്കും അല്ലെ. രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു വലിക്കണ പോലെയാണ് അല്ലെ. ഒരാളൊന്നും കഴിച്ചിട്ടില്ല അല്ലെ, അയാളുടെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പൊ അയാളെ പിടിച്ചു വലിക്കാൻ എളുപ്പമാവും. അതേ കൺസെപ്റ്റ് അല്ലെ. അപ്പോ ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങനെ വലിച്ച് വലിച്ച് അതെന്ത് ചെയ്യും, അതുകൊണ്ട് കൊളാപ്സ് ആവും. അതിങ്ങനെ കറങ്ങി കറങ്ങി സർക്കിൾ ചെറുതായി 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 ന്യൂക്ലിയസ് ആയിട്ട് ഇടിച്ച് കൊളാപ്സ് ആവുന്ന ഒരു സംഗതി അവിടെ നടക്കും. എന്ന് പറഞ്ഞാൽ ആറ്റം അവിടെ സ്റ്റേബിൾ ആവില്ല. എങ്ങനെ, അക്കോർഡിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അല്ലെ. ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. റൂദർഫോർഡ് വളരെ സക്സസ്ഫുൾ ആയി പ്രൊപ്പോസ് ചെയ്തു, ന്യൂക്ലിയസ് സെന്ററിലുണ്ട്, അതുപോലെ ഇലക്ട്രോൺ ചുറ്റും റിവോൾവ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത് സ്റ്റേബിൾ ആയിട്ട് ഒരു ഓർബിറ്റിൽ നിന്നും ആറ്റം കൊളാപ്സ് ആവുന്നില്ല. റിയൽ വേൾഡിൽ ആറ്റം കൊളാപ്സ് ആവുന്നില്ല. കൊളാപ്സ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലല്ലോ. റിയൽ വേൾഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റ് ഒരു ഓർബിറ്റിൽ ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് കറങ്ങുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ വൈ ആറ്റം ഈസ് സ്റ്റേബിൾ എന്ന് പറയാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺസ് ചുറ്റും ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് എങ്ങനെ അവിടെ അലൈൻ ചെയ്ത് കിടക്കുന്നു എന്ന് പ്രപ്പോസ് ചെയ്യാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല.
അതുപോലെ പിന്നെയും കുറെ ഉണ്ട്. ആറ്റോമിക് മാസും അതുപോലെ ആറ്റോമിക് നമ്പറും തമ്മിലുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. അതുപോലെ റുദർഫോർഡ് മോഡലിനെ ആറ്റോമിക് സ്പെക്ട്ര ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. ആറ്റോമിക് സ്പെക്ട്ര എന്താണ്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എമിഷൻ സ്പെക്ട്ര, അബ്സോർപ്ഷൻ സ്പെക്ട്ര, അതൊന്നും ഡിഫൈൻ ചെയ്യാൻ റുദർഫോർഡ് മോഡലിന് കഴിഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ റുദർഫോർഡ് മോഡലിന്റെ ഫെയിലിയേഴ്സ് എന്തൊക്കെയായിരുന്നു? റുദർഫോർഡ് മോഡൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അതിന്റെ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് എന്തായാലും അറിയാം അല്ലെ. എന്തായിരുന്നു ഫെയിലിയേഴ്സ്? ഒന്ന്, ഇറ്റ് കുഡന്റ് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ട്, ഇറ്റ് കുഡന്റ് ഗിവ് ദി ഐഡിയ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺ എങ്ങനെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും പിന്നെ വിന്യസിച്ചിരിക്കുന്നത് എന്ന് പറയാൻ, അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നെ he couldn't explain the relation between atomic mass and atomic number. അതുപോലെ he couldn't explain atomic spectra അല്ലെ. ഇത്രയും ഫെയിലിയേഴ്സ് ആണ് റുദർഫോർഡ് മോഡലിന് ഉണ്ടായിരുന്നത് അല്ലെ. ആ ഫെയിലിയേഴ്സിൽ നിന്നും എന്ത് ചെയ്തു, പിന്നെ ആറ്റത്തിന് പുതിയൊരു മോഡൽ കണ്ടെത്തിയേ മതിയാവൂ എന്ന് അന്ന് തിരിച്ചറിഞ്ഞു അല്ലെ. അങ്ങനെ ബോറാണ് ഒരു പുതിയ മോഡലുമായിട്ട് വരുന്നത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ പ്ലാങ്കിന്റെ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ബോർ കടമെടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു വെച്ചാണ് ആ കടം നമ്മൾ ഇന്ന് എടുക്കാൻ പോവാണ്. അപ്പം ബോർ എന്ത് ചെയ്തു, ഈ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ആറ്റത്തിനകത്ത് അപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. ഇത്രയൊക്കെ ഈ ചാപ്റ്ററിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്താണ്, റുദർഫോർഡ് മോഡലിന്റെ ഫെയിലിയേഴ്സ് പറഞ്ഞു. ഇനി സെക്കൻഡ് ടോപ്പിക് ബോർ മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് നമ്മൾ സെമി ക്ലാസിക്കൽ അപ്രോച്ച് എന്നും പറയാറുണ്ട്. സെമി ക്ലാസിക്കൽ അപ്രോച്ച് ഓഫ് ആറ്റം എന്നും പറയാറുണ്ട്. അതായത് അദ്ദേഹം ഫുള്ളി ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് അല്ല, സെമി ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. കുറച്ചൊരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഭാഗം അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് നമ്മൾ ഒരു സെമി ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന് തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റം ഇതുപോലെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി അദ്ദേഹം പറഞ്ഞു ഇത് ന്യൂക്ലിയസ് അല്ലേ, അതിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യല്ലേ അല്ലെ, റിവോൾവ് ചെയ്യാണ്. അപ്പം ഈ ഇലക്ട്രോൺ തെറിച്ചു പോവാതെ അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ, ന്യൂക്ലിയസ് അതിനെങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയാൻ എങ്ങനെയാണ്, നമ്മളൊരു കല്ലില് നൂല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കൂലേ, അപ്പൊ നമ്മളൊരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നില്ലേ അല്ലെ, ഇങ്ങനെ കറക്കുമ്പോൾ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ, ആ ഫോഴ്സ് നമ്മൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയാം അല്ലെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെ. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് for the electron is provided by the electromagnetic force between the nucleus and electron എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ in order to have a stable and dynamic orbit for the electron, the centripetal force should be equal to electromagnetic force എന്ന് പറഞ്ഞു അല്ലേ. in order to have a stable and dynamic orbit for the electron, the centripetal force should be equal to the Coulombic force എന്ന് പറയും അല്ലെ. ഇവിടെ എന്താണ് Coulombic force? അതായത് അദ്ദേഹം പറഞ്ഞതാണ് F centripetal equal to F electrostatic അല്ലെ. സ്റ്റേബിൾ ഓർബിറ്റ്, ഡൈനാമിക് സ്റ്റേബിൾ ഓർബിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്താണ്, അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങാം അല്ലെ, ഇത് മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത് അല്ലെ. അത് സ്റ്റേബിൾ ആണ് ഓർബിറ്റ്, അതുകൊണ്ടാണ് സ്റ്റേബിൾ ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത്. അത്തരം ഒരു ഓർബിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്, the Coulombic force between the electron and the nucleus should be equal to the centripetal force എന്ന് പറയും അല്ലെ. Coulombic അല്ല, electrostatic force should be equal to centripetal force. ഇനി centripetal force എന്തായിരുന്നു, mv square by r അല്ലെ, mv square by r equal to electrostatic force എന്താ, 1 by 4 pi epsilon 0 into q1 q2 by r square അല്ലേ. ഇവിടെ ഇതെന്താണ്, ഇത് ഇതിന്റെ ചാർജ് എത്രയാണ്, പ്ലസ് ഇ ആണ്, ഇതിന്റെ ചാർജ് മൈനസ് ഇ ആണ്. ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം ആ ഫോഴ്സിന്റെ. അപ്പം Q1 Q2 എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയാം അല്ലെ, ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയാം. വേർ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഓർബിറ്റ്. ഈ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് എന്ത്, ആർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, ഇവിടെ ഈ ആർ കട്ട് ചെയ്തൂടെ, ആർ കട്ട് ചെയ്തൂടെ, ബാക്കി വി സ്ക്വയർ ഈക്വൽ ടു E square by 4 pi epsilon 0 m r square എന്ന് എഴുതാം അല്ലെ. V square equal to E square by 4 pi epsilon 0 m r എന്ന് എഴുതാം, m r square അല്ലെ, m r എന്ന് എഴുതാം അല്ലെ. അത് കട്ട് ചെയ്ത് പോയി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാം. V equal to
E by root of 4 pi epsilon 0 mr എന്ന് പറയാം. വെലോസിറ്റി ഈക്വൽ ടു E by root of 4 pi epsilon 0 mr എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഞാൻ ഇതൊരു നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് വെലോസിറ്റി. ഓക്കെ, ഇനി നമുക്കറിയാം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. നമ്മള് ബോറ് ഈ ഇലക്ട്രോണിനെ ഒരു ഡി ബ്രോഗ്ലി പാർട്ടിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു ഡി ബ്രോഗ്ലി വേവ് ഉണ്ടെന്ന് ബോറ് പ്രൊപ്പോസ് ചെയ്തു. ഓക്കെ, അത് പ്രകാരം ആ ഇലക്ട്രോണിന് കിട്ടുന്ന ഡി ബ്രോഗ്ലി വേവ് എന്താണ്? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണ്, അല്ലെങ്കിൽ എച്ച് ബൈ എം വി ആണ്, അല്ലെ? അപ്പൊ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ബൈ റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 എം ആർ, അല്ലെ? ഇ ബൈ റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 എം ആർ എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? വി ഡിനോമിനേറ്ററിലാണ്, അല്ലെ? ഇ ബൈ റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 എം ആർ ഇങ്ങനെ കൊടുക്കാം, അല്ലെ? നമുക്ക് എഴുതാം ലാംഡ ഈക്വൽ ടു ഈ എം, ഇവിടെ എം പുറത്തല്ലേ, അവിടെ റൂട്ടിനകത്തല്ലേ, അപ്പൊ അത് കട്ട് ചെയ്ത് പോയാൽ എന്താവും? എച്ച് ബൈ ഇ ഇൻറ്റു റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 ആർ ബൈ എം എന്ന് കിട്ടും, അല്ലേ? ലാംഡ ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻറ്റു റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 ആർ ബൈ എം എന്ന് കിട്ടും. കാരണം എം എന്ന് പറഞ്ഞതാണ് റൂട്ട് എം ഇൻറ്റു റൂട്ട് എം ആണ്. അതിനകത്ത് ഒരു എം കട്ട് ചെയ്ത് പോകും, ഈ റൂട്ട് എം കട്ട് ചെയ്ത് പോകും, ബാക്കി റൂട്ട് ഓഫ് 4 പൈ എപ്സിലോൺ 0 ആർ ബൈ എം എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി എക്സ്പെരിമെന്റലി ഈ ആറ്റത്തിന്റെ റേഡിയസ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസ് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ 0.53 ആംസ്ട്രോങ് ആണ്. 0.53 ആംസ്ട്രോങ്. ഓക്കെ, അതാണ് ആംസ്ട്രോങ് 10⁻⁻10. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് എച്ച് അറിയാം, ഇ അറിയാം, 4 പൈ എപ്സിലോൺ 0 ആർ ബൈ എം എല്ലാം അറിയാം, അല്ലെ? എല്ലാം അറിയാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്ത് വരും? ലാംഡ ഈക്വൽ ടു 6.626 into 10⁻34 h by 1.6 into 10⁻19 into root of 4 into 3.14 into 8.85 into 10⁻12 into R.53 into 10⁻10 divided by mass 9.1 into 10⁻31 kilogram അല്ലേ? ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I'll get lambda equal to 33 into 10⁻11 meter എന്ന് കിട്ടും. ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ മറന്നിട്ടുണ്ടാവും, ഒന്ന് എടുത്ത് ചെയ്ത് നോക്കട്ടോ. മറക്കരുത്, കുറെ കാലയില്ലേ, ലാബ് ഒന്നും ഇല്ലാത്തല്ലേ. അപ്പൊ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലാംഡ ഈക്വൽ 33 into 10⁻11 meter എന്ന് കിട്ടും. ഇതിപ്പോ എന്താ കിട്ടിയേ? ഇലക്ട്രോൺ ഒരു വേവ് ആണെങ്കിൽ, ഒരു വേവ് പോലെ ബിഹേവ് ചെയ്യാണെച്ചാൽ ആ വേവിന്റെ വേവ് ലെങ്ത് ആണെന്ത്? 33 into 10⁻11 meter എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതവിടെ വെക്കുക, ഇതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജസ്റ്റ് ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യല്ലേ, അല്ലെ? ഈ ഒരു ഓർബിറ്റ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റ്, അതിന്റെ സർക്കംഫറൻസ് ഒന്ന് നോക്കുകയാണ് ഞാൻ, അല്ലെ? അതിന്റെ സർക്കംഫറൻസ് എത്രയാണ്? 2πr അല്ലെ? 2πr അല്ലേ ഇതിന്റെ സർക്കംഫറൻസ് അറിയുന്നത്, അല്ലെ? ഒരു സർക്കിളിന്റെ സർക്കുലർ പാത്താണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ബോർ ഇമാജിൻ ചെയ്തത് ഇതൊരു സർക്കുലർ പാത്തിലാണെന്നാണ് ഇമാജിൻ ചെയ്തത്. ആ സർക്കുലർ പാത്തിന്റെ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്താണ്? 2πr. സർക്കംഫറൻസ് 2πr ആണ്, അല്ലെ? അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2πr എന്ന് പറഞ്ഞാൽ 2 into π 3.14 into r 0.53 into 10⁻10. 6.53 ആംസ്ട്രോങ് അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന്റെ ആൻസർ സർക്കംഫറൻസ് എത്ര കിട്ടിയേ? 33 into 10⁻11 meter എന്ന് കിട്ടി. മനസ്സിലായോ? ഇതെന്താ കാൽക്കുലേറ്റ് ചെയ്തേ? ഈ ഇലക്ട്രോൺ ആകുന്ന വേവിന്റെ, ഇലക്ട്രോൺ ഒരു വേവ് നാച്ചർ ഉള്ള പാർട്ടിക്കിൾ ആണെച്ചാൽ അതിന്റെ വേവ് ലെങ്ത് ആണ് ഇത്. ഇനി അദ്ദേഹം എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ആ ഒരു പാത്തിന്റെ, ഇത് കവർ ചെയ്ത പാത്തിന്റെ സർക്കംഫറൻസ്, അല്ലെ? അല്ലെ പാത്ത് ലെങ്ത്, അല്ലെ? അത് എത്രയാണ്? 2πr
33 × 10⁻11 മീറ്റർ എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേവ് ലെങ്ത്തും അതിന്റെ പിന്നെ പാത്തിന്റെ ലെങ്ത്തും സെയിം ആയി അല്ലെ. സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് ഈസ് ഈക്വൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് കിട്ടി അല്ലെ. അതിൽ നിന്നും അദ്ദേഹം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹം ഇമാജിൻ ചെയ്തു. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ അല്ലെ. ആ വേവ് ലെങ്ത് അല്ലെ ഇങ്ങനെയല്ലേ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, ഇങ്ങനെ അല്ലെ. അതിനെ ഇവിടെ മുറിച്ചിട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ അല്ലെ. ഇത് ഇങ്ങനെ ഓടുന്ന ഇങ്ങോട്ട് വെച്ചാൽ എന്താവും, ഒരു സർക്കുലർ ഷേപ്പ് ആവും അല്ലെ. അപ്പൊ ഈ ചിത്രം നോക്കുക, അത് എനിക്ക് വരച്ചെടുക്കാൻ പാടാം അതുപോലെ അല്ലെ. അങ്ങനെ അദ്ദേഹം പ്രൂവ് ചെയ്തു എന്ത്, ഇൻ ഓർഡർ ഫോർ ദ ഇലക്ട്രോൺ ടു ട്രേസ് എ സ്റ്റേബിൾ ഓർബിറ്റ് the de Broglie wavelength of the electron should be an integral multiple of the circumference അല്ലെ. അല്ലെങ്കിൽ ഈ പിന്നെ ഇതുണ്ടല്ലോ, ഇത് ട്രേസ് ചെയ്യുന്ന സർക്കംഫറൻസ് ഉണ്ടല്ലോ, ആ സർക്കംഫറൻസ് ഷുഡ് ബി ഹാവിംഗ് എ ലെങ്ത് ഈക്വൽ ടു ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം സ്റ്റെബിലൈസേഷൻ കണ്ടീഷൻ ആയിട്ട് പ്രൊപ്പോസ് ചെയ്തു അല്ലെ. എന്ന് പറഞ്ഞാൽ n lambda equal to 2 pi rn എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞത്, പിന്നെ ഇലക്ട്രോണ് ഒരു സ്റ്റേബിൾ ഓർബിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് അതൊരു സ്റ്റേബിൾ ഓർബിറ്റ് ആയി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ദ സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് should be an integral multiple of the de Broglie wavelength of the electron എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ the circumference should contain integral multiple of de Broglie wavelength of the electron എന്ന് പറഞ്ഞു അല്ലെ. ഇതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നമ്മുടെ പ്ലാങ്ക് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ആയിട്ട് ഏകദേശം ഒരു സാമ്യത അല്ലേ. അപ്പം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, വേർ n ഈക്വൽ ടു ഇന്റിജർ അല്ലെ, n എന്തായിരിക്കണം, ഒരു ഇന്റിജർ ആയിരിക്കണം. അദ്ദേഹം ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്തു അല്ലെ. ഇനി നമ്മള് ഈ പിന്നെ ഇതിപ്പോ ലാംഡ അല്ലെ, n ഈക്വൽ ടു 1 ആകുമ്പോ 1 ലാംഡ അല്ലെ, അത് ഇങ്ങനെ ഉണ്ടാവും ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ചെന്ന പോലെ. ഇനി n ഈക്വൽ ടു 2 ആകുമ്പോ എന്താവും, ഇതുപോലെ ആവും. n ഈക്വൽ ടു 3 ആകുമ്പോ എങ്ങനെയാവും, ഇതുപോലെ 3 നോട്ട്സ് ഉണ്ടാവും. n ഈക്വൽ ടു 4 ആകുമ്പോൾ 4 നോട്ട്സ് ഉണ്ടാവും. അങ്ങനെ എത്രയാണോ n അതിനനുസരിച്ച് അതിന്റെ നോട്ട്സ് ഇങ്ങനെ ഉണ്ടായി വരും അല്ലെ. അപ്പൊ n കൂടി കഴിഞ്ഞാൽ എന്താവും, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർക്കുലർ പാത്ത് പോലെയാവും അല്ലെ. ഇങ്ങനെയാണ് ബോർ മോഡല് സ്റ്റെബിലിറ്റി പ്രോബ്ലം സോൾവ് ചെയ്തത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ആൾ.